നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. പുണർതം നാളുകാർക്ക് തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. മനസ്സിൽ സന്തോഷം അധികരിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് വരവിനേക്കാൾ ചെലവ് അധികരിക്കുക എന്നുള്ള ഒരു വിപരീത ഫലം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കൂടുതൽ യാത്രകൾ വേണ്ടിവരിക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അപ്രകാരമുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സ്വന്തമായി ചില ബിസിനസ്സുകൾ തുടങ്ങുക, ഏജൻസി പ്രവർത്തനങ്ങൾ വഴി ധനമാർജിക്കുക, അപ്രകാരമുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അരിഷ്ടതകൾ വിട്ടൊഴിയും. സന്താനഗുണം അനുഭവിക്കുക മുതലായ കാര്യങ്ങളും പുണർതം നാളുകാർക്ക് ഈ മാസത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ്. ഇവർ ദോഷശമനത്തിനായി മഹാഗണപതിയാണ് ഭജിക്കേണ്ടത്. മാസത്തിലെ പക്കപ്പുറനാളിൽ, അതായത് പുണർതം നാളിൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കുക. ഹോമസ്ഥലത്ത് ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. നിർബന്ധമായും അപ്രകാരം തന്നെ ചെയ്യണം. അതാണ് ഇവരുടെ ദോഷപരിഹാരത്തിനായിട്ട് ചെയ്യേണ്ട കാര്യം. കൂടാതെ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ തന്നെ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും ഉത്തമമാണ്.